111 അനുച്ഛേദം വായിക്കാം. അതിന്റെ ആദ്യത്തെ ഭാഗം. When a bill has been passed by the houses of parliament, it shall be presented to the president, and the president shall declare either that he assent to the bill or that he withhold assent. ഇവിടെ സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. സമയപരിധി നിശ്ചയിച്ചത് 111 അനുച്ഛേദത്തിന്റെ പ്രൊവൈസോയിലാണ്. അതായത് രണ്ടാമതും പരിഗണിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അസംബ്ലിയിലേക്കോ പാർലമെന്റിലേക്കോ മടക്കി അയക്കുകയാണെങ്കിൽ അവിടെ മാത്രമാണ് ആസ് സൂൺ ആസ് പോസിബിൾ എന്ന പദപ്രയോഗം നടത്തിയിരിക്കുന്നത്. ചുരുക്കത്തില് ആദ്യത്തെ ഭാഗത്തിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. ഇത് ഒരു തെറ്റാണെന്ന് സുപ്രീം കോടതിക്ക് പറയാൻ പറ്റൂ. ഭരണഘടന ഉണ്ടാക്കിയവര് ഈ രാജ്യത്തിന് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ച പ്രഗത്ഭമതികളാണ്. വളരെയധികം വിദ്യാഭ്യാസ സമ്പന്നതയും വിവിധ പ്രാതിനിധ്യ സ്വഭാവമുള്ള വിവിധ മതവിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും പ്രഗത്ഭരായ ആളുകളാണ് ഭരണഘടന ഉണ്ടാക്കിയത്. അവിടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റിൽ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ സമയപരിധിയെ പറ്റി ചർച്ച വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ചർച്ചയില് അങ്ങനെ ഒരു സമയപരിധി വെക്കുന്നത് അഭികാമ്യമല്ല എന്നൊരു അഭിപ്രായം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് വെച്ചത്. ഇപ്പോ 111 3 മാസം എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എഴുതി ചേർത്തിരിക്കുകയാണ്. ഇവിടെ പ്രശ്നം തമിഴ്നാട്ടിലെ ബില്ല് പിടിച്ചു വെച്ചതിന്റെ ശരിയല്ല, പഴയ പോലീസ് ഉദ്യോഗസ്ഥനായ ഗവർണറുടെ പെരുമാറ്റമല്ല. ഇവിടെ പ്രശ്നം നമ്മുടെ ജുഡീഷ്യറിക്ക് ജനങ്ങൾ എഴുതി അംഗീകരിച്ച വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അംഗീകരിച്ച ഭരണഘടനയിൽ ഇല്ലാത്ത വാക്കുകൾ എഴുതി ചേർക്കാൻ അധികാരമുണ്ടോ? അങ്ങനെ അവർ ചെയ്താൽ അത് ഔചിത്യമാണോ എന്നുള്ളതാണ് പ്രശ്നം. ഇത് ഇന്നത്തെ കാര്യമല്ല. പലപ്പോഴും പല ബില്ലുകളും ഇപ്പോ രാജീവ് ഗാന്ധി തയ്യാറാക്കിയ പോസ്റ്റ് ഓഫീസ് ബില്ലാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഒരു സേവകനായിരുന്ന സെയിൽ സിംഗ് എന്ന പ്രസിഡന്റ് പിടിച്ചു വെച്ചത് പോസ്റ്റ് ഓഫീസ് ബിൽ. ഇതിനു മുമ്പ് 1954 പെപ്സു അസംബ്ലി പാസ്സാക്കിയ ഒരു ബില്ല് പിടിച്ചു വെച്ചു. കാരണം എന്താ? അസംബ്ലിയുടെ അധികാര പരിധിക്ക് പുറത്താണ് എന്ന് പ്രസിഡന്റിന് ബോധ്യമായി. അപ്പൊ അങ്ങനെ സന്ദർഭം വരുമ്പോൾ അത് പരിശോധിക്കാൻ 3 മാസം സമയം നിശ്ചയിക്കുന്നത് ശരിയാണോ? അതിന് അധികാരമുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞാൽ മറ്റ് പല കാര്യത്തിലും സമയപരിധി വെക്കാത്ത അനുച്ഛേദങ്ങൾ നമ്മുടെ ഭരണഘടനയിലുണ്ട്. അവിടെ നാളെ അങ്ങനെ പറഞ്ഞാലോ? അങ്ങനെ പറഞ്ഞാൽ മറിച്ച് പാർലമെന്റിന് നിങ്ങൾ കേസ് കേക്കുകൾ 30 ദിവസം കൊണ്ട് വിധി പറയണം എന്ന് നമ്മുടെ സിവിൽ പ്രൊസീജിയർ കോഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആരെങ്കിലും അതനുസരിക്കുന്നുണ്ടോ? എന്റെ സുഹൃത്ത് അസഫ് അലി പ്രോസിക്യൂട്ടറായിരുന്നു. അദ്ദേഹം നടത്തുന്ന ക്രിമിനൽ അപ്പീലുകൾ എത്ര കൊല്ലം ഹൈക്കോടതിയിൽ കാലതാമസമുണ്ട്. പാവപ്പെട്ട നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന അപ്പീലുകൾ 10 കൊല്ലം കഴിഞ്ഞാണ് വിചാരണയ്ക്ക് വരുന്നത്. അതിന് 6 മാസം എന്ന് എഴുതാൻ നമ്മുടെ ഭരണഘടനാ അധികാരികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ ഇത് പരസ്പര ബഹുമാനത്തിന്റെ പ്രശ്നമാണ്. തെറ്റുകുറ്റികൾ കണ്ടുപിടിച്ചിട്ട് പുതിയ നിയമം ഉണ്ടാക്കുന്ന പ്രവണതയല്ല അഭികാമ്യം. 2-3 ഘടകങ്ങളും അന്യോന്യം പരസ്പര ബഹുമാനത്തോടുകൂടി പ്രവർത്തിക്കണം എന്നാണ് നമ്മുടെ ഭരണഘടന വിവക്ഷിക്കുന്നത്.